സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ അതിമനോഹരമായ ഒരു വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് മലയാളത്തിന്റെ മഹാനടനം അല്ലെ മഹാവിസ്മയം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ആണൊരുത്തൻ. അദ്ദേഹത്തിന് മമ്മൂട്ടി എന്നുള്ളൊരു പേര് എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. നമുക്കറിയാം, കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ശ്രീനിവാസനുമായിട്ടുള്ളൊരു കോംബോയാണ് അല്ലേ. ആ സിനിമയിൽ മമ്മൂട്ടി ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, ആദ്യമായി എന്നൊരു നടനുണ്ടെന്ന് പറഞ്ഞത് അവനായിരുന്നു. അവൻ അവൻ്റെ കാതിലെ കടുക്കൻ വിറ്റ കാശുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നിറ കണ്ണുകളോടുകൂടി ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ എങ്ങനെയാണ് ബാല ഞാൻ പകരം തരിക എന്ന്. അത് വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലൊരു നടനുണ്ടെന്ന് ആദ്യമേ പറഞ്ഞ അവനായിരുന്നു. കാതിലെ കടുക്കൻ വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിറ കണ്ണുകളോടുകൂടി ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ എങ്ങനെയാ ബാല ഞാൻ പകരം തരിക എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എന്നെങ്കിലും നീ വലിയൊരാളാവുമ്പോൾ അന്ന് എന്നെ ഓർത്താൽ മതിയെന്ന്. എന്ന് പറഞ്ഞിട്ട് പോയ ആ ബാലനെ പിന്നീട് ഞാൻ എവിടെയും കണ്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ച് നടന്നു. എൻ്റെ ബാലനെ എനിക്കെങ്ങും കണ്ടെത്താനായില്ല. ഈ ഇരിക്കുന്ന ഓരോ ആൾക്കൂട്ടത്തിലും ഞാൻ എൻ്റെ ബാലനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയിലെ ഒരു സന്ദർഭമായിരുന്നു അത് അല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിൽ മമ്മൂട്ടി സിനിമയുടെ ഒരു കഥാപാത്ര പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണത് ചെയ്തതെങ്കിലും അന്ന് മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രതയോടുകൂടി ആ ഒരു കഥാപാത്രം ചെയ്തതെന്ന് നമ്മൾക്ക് പലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ അതുതന്നെയാണ് ഇന്ന് സത്യമായിട്ട് വരുന്നതും. കേവലം മുഹമ്മദ് കുട്ടി മാത്രമായിരുന്ന, വക്കീലായിരുന്ന അദ്ദേഹത്തിനെ മമ്മൂട്ടി എന്നുള്ളൊരു നടനാക്കി മാറ്റിയതിന് പിന്നിലും അതുപോലെ ഒരു ശരിക്കുമുള്ളൊരു കരമുണ്ടെന്നാണ് മമ്മൂട്ടി പറയുന്നത്. നമുക്കറിയാം, ഹോർത്തൂസ് എന്ന് പറയുന്ന മനോരമ സംഘടിപ്പിക്കുന്ന ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇവന്റ്, അതിൽ ഹോർത്തൂസ് എന്ന് പറയുന്ന പദ്ധതിയിൽ അല്ലെ പരിപാടിയിൽ ഇനോഗ്രേഷൻ വന്ന സമയത്ത് കൊച്ചിയിൽ വെച്ചിട്ട് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമാണ്. അതായത് എനിക്ക് എൻ്റെ ഈ പേരിട്ട് തന്ന എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട്. മഹാരാജാസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഓടിയെത്തുന്നത്. മഹാരാജാസ് കോളേജിൽ വെച്ചാണ് എന്നെ ഞാനാക്കിയതെന്നും എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടെന്നും ആണ് മമ്മൂട്ടി പറയുന്നത്. നമുക്കറിയാം, എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ അവരെ കൈ പിടിച്ചുയർത്തുന്ന, അവരെ ഏതെങ്കിലുമൊക്കെ ലെവലിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തുണ്ടാകും അല്ലേ. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഏറ്റവും ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച ഒരു സുഹൃത്തായിരുന്നു എന്നെ വിട്ടു പോയിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തോളം ആവുന്നു. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല, അവൻ പോയതിൻ്റെ നല്ല വിഷമങ്ങൾ ഇപ്പോഴും ഒരുപാടുണ്ട്. പക്ഷേ മമ്മൂട്ടി ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം അവനെയാണ് ഓർമ്മ വന്നത്. ഞാൻ എവിടെയെങ്കിലും ആകണം അല്ലെങ്കിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു അവൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പം മമ്മൂട്ടിയുടെ ഒരു വിഷയത്തിൽ വരുമ്പോൾ മമ്മൂട്ടി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മമ്മൂട്ടി എന്ന് പേരിട്ട സുഹൃത്ത് എടവനക്കാട് സ്വദേശി ശശിധരനെ വേദിയിലേക്ക് വിളിച്ച് മമ്മൂട്ടി വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയല്ല മമ്മൂട്ടി ചെയ്ത്. അത്രയും സ്റ്റാർഡമുള്ള, അത്രയും വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ ഒരു പേര് വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ അയാൾക്ക് കിട്ടാൻ പോകുന്ന അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമായിരിക്കും അതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്ക് കൂടുതൽ പറയാതെ ആ വീഡിയോയിലേക്ക് പോയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഈ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് മഹാരാജാസ് കോളേജിൽ എന്നെ നടനാക്കാൻ അങ്ങനെ 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 മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പെടകം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നുണ്ട്. മഹാരാജാസ് കോളേജ് ഒരു കോളേജല്ല, അതൊരു വികാരമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വരുന്ന കാലത്ത്, പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണുന്നു, എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓമറെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണു. അതൊരുത്തൻ എടുത്തു നോക്കിയിട്ടിടാ, നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടുന്നത്. കണ്ടില്ലേ, അന്ന് മുതലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ മലയാളത്തിന് സ്വന്തമായത്, അല്ലെങ്കിൽ മമ്മൂട്ടി എന്നുള്ളൊരു പേര് മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ട് കിട്ടിയതും അന്ന് മുതൽ തന്നെയാണ്. ആ ഒരു മനുഷ്യനെ ദൈവതുല്യനായിട്ട് തന്നെയാണ് മമ്മൂട്ടി ഇപ്പോഴും കാണുന്നത്. മമ്മൂട്ടിക്ക് പല പേരുകളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പേരിനപ്പുറം തൻ്റെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണ സമയത്ത് അയാൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട്, എടാ നിന്റെ പേര് മമ്മൂട്ടി എന്നല്ല എന്ന് ചോദിക്കുകയും പിന്നീട് അവിടുന്ന് അന്ന് മുതൽ ഇന്ന് വരെയും മുഹമ്മദ് കുട്ടി എന്നുള്ളൊരു പേരിൽ നിന്ന് മാറി മമ്മൂട്ടി എന്നുള്ളൊരു പേരിലേക്ക് മാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ആ ഒരു സൗന്ദര്യം നിറഞ്ഞ, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു മുഹൂർത്തമുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. പലരും ചോദിച്ചു ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന, എനിക്ക് പേരിട്ട മമ്മൂട്ടി
ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. മോനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രോമാഞ്ചം, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഒരു കുളിര് കോരി ഇറങ്ങുക എന്ന് പറയില്ലേ, അതെനിക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതിന് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു നിമിഷത്തിൽ ആ ഒരു വ്യക്തി അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ട്. മമ്മൂട്ടി പറയുന്നുണ്ട്, പല ആളുകളും വന്ന് ഞാനാണ് നിനക്ക് മമ്മൂട്ടി എന്ന് പേരിട്ട്, അയാളുടെ പണവും അയാളുടെ പദവിയും അയാളുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഫെയിം വാല്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും പല ആളുകളും വന്നത്. പക്ഷെ ഒന്നും മിണ്ടാതെ ആ കൂട്ടത്തിലും അല്ലെ ആ വന്നവർക്കിടയിലും തനിക്ക് ആ പേരിട്ട ആ ഒരു അർഹനായ വ്യക്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയെ അത്രയും ആളുകളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് മമ്മൂട്ടി ചെയ്തത്. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്രയും അധികം ജനലക്ഷങ്ങൾ സ്വീകരിക്കുന്ന അല്ല സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തനിക്ക് പേരിട്ടൊരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആരവം തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ബാക്കി കാണാം. അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. എളവനക്കാടാണ് വീട്. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഈ പല ആളുകളും ഈ പേര് നീട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ടത്. ആ പേരിടാനൊരു കാരണക്കാരൻ ഒന്ന് കടത്തി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇയാളെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു പുറത്തു വിടാതെ, ഒരു സർപ്രൈസ്. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതേതായാലും ഈ ഫോർട്ടൂസിൻ്റെ വേദിയിൽ തന്നെയായാലും വളരെയേറെ സന്തോഷം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ കാണേണ്ടത് കേവലം സുഹൃത്ത് ബന്ധം എന്നുള്ളതോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി എന്നുള്ളൊരു പേരിട്ടത് കൊണ്ടോ ഒന്നും ഉള്ളൊരു സ്നേഹമല്ല. ശരിക്കും സ്നേഹബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തെളിവാവുന്നത് അല്ലെ വെളിവാവുന്നത്. കാരണം ഇത്രയും വലിയ ഉന്നത തലങ്ങളിലെത്തിയിട്ടും ഇത്രയും വലിയ ഉയരങ്ങളിലെത്തിയിട്ടും താൻ വന്ന വഴികളൊന്നും മറക്കാത്ത അങ്ങനെ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെയാണ് മെഗാസ്റ്റാർ എന്നുള്ളൊരു പേരിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് വീണ്ടും കുരുപൊട്ടും. ആർക്കാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട, അവർക്കൊക്കെ കുരുപൊട്ടും. മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അവന്മാർക്കും ശരിക്കും കുരുപൊട്ടും. അവന്മാരൊക്കെ കമന്റ് ബോക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെഴുകുന്നുണ്ട്. അപ്പം മമ്മൂട്ടി ഇപ്പം ചെയ്തത്, മമ്മൂട്ടി പറഞ്ഞത് 1-2 പേർക്കിടയിൽ വിളിച്ചു വരുത്താനായിട്ടല്ല ഞാൻ ഇരുന്നത്, ഇയാളെ എല്ലാ ആളുകളുടെയും മുൻപിലേക്ക് എല്ലാ ആളുകളും കാണത്തക്ക വിധം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അത് ഈ ഹോർത്തൂസിൻ്റെ വേദിയിൽ വെച്ചായപ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് മമ്മൂട്ടി പറയുന്നത്. ആ മമ്മൂട്ടിയുടെ ആ കരുതൽ, ആ മമ്മൂട്ടിയുടെ ആ അടുത്തേക്ക് വിളിച്ച് നിർത്തിയിട്ടുള്ള ആ സ്നേഹപ്രകടനം, അതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേവലം ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറം ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. വ്യക്തമായിട്ടുള്ള നിലപാടുള്ള ഒരു മനുഷ്യനാണ്. സ്വന്തമായിട്ട് താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാനും, ആ ശരിയാണെങ്കിൽ ആ ശരി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാനും, അത് പാതി വഴിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യുന്നൊരു മനുഷ്യനൊന്നുമല്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഒരു യുഗപുരുഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അയാൾ കയറി വരുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അയാൾക്ക് ആരാണോ അയാളുടെ കൂടെ നിന്നിട്ടുള്ളത് അവരെ എല്ലാം വേദിയിലേക്ക് കൊണ്ടുവന്ന് ജനഹൃദയങ്ങളിലേക്ക് അവർക്ക് കൂടി സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു മമ്മൂട്ടിയെ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പാഠമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹബന്ധങ്ങൾക്ക് ഒരു വിലയുണ്ടെന്നുള്ളത്. അത് നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും ആ സ്നേഹബന്ധങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ നെഞ്ചിൽ കാത്തു സൂക്ഷിക്കണമെന്നാണ് മമ്മൂട്ടി പറയുന്നത്. മമ്മൂട്ടിയുടെ അത്രയും ഒന്നും ഉയരത്തിലെത്താൻ നമുക്ക് പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ചെറിയൊരു രീതിയിൽ കാശ് കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു സമൂഹത്തിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഇങ്ങനെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ശരിക്കും ഒരു മാതൃക തന്നെയല്ലേ സുഹൃത്തുക്കളെ.